ഹലോ ഗൈസ്, ഒരു സോഫ്റ്റ്വെയർ കമ്പനിയുടെ ഒരു അപ്ഡേറ്റഡ് പ്രൊഡക്റ്റ് പുറത്തിറങ്ങാണ്. ഇത്തവണ അവർ സെക്യൂരിറ്റി ഒക്കെ അത്യാവശ്യം ഗംഭീരാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ യൂസിങ്ങിൽ ചിലപ്പോൾ ചെറിയൊരു എന്താ പറയുക, ഒരു ലാഗോ അല്ലെങ്കിൽ സ്പീഡ് കുറവോ വരാം. പക്ഷേ മാർക്കറ്റിംഗ് ടീം അത് മാർക്കറ്റ് ചെയ്യുന്നത് ഇൻ്റർഫേസ് യൂസർ ഫ്രണ്ട്ലിയാണ്, ഹൈ സ്പീഡാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ കസ്റ്റമർ അത് വാങ്ങുമ്പോൾ എന്തുണ്ടാവും? ഉറപ്പായിട്ടും ഫ്രസ്ട്രേറ്റഡ് ആവും. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഗ്യാപ്പ് വരുന്നത്? ഈ ഡെവലപ്പേഴ്സിൻ്റെ ടീമും മാർക്കറ്റിങ്ങിൻ്റെ ടീമും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അത്ര ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകൾ നമ്മളൊരു ഓറൽ ട്രെയിനിങ്ങിലൂടെ അല്ലെങ്കിൽ ഒരു സ്ലൈഡ് പ്രസൻറ്റേഷനിലൂടെ അല്ലെങ്കിൽ കുറേ മീറ്റിംഗ് വിളിച്ച് കുറേ സംസാരിച്ചതിലൂടെ മാറാൻ സാധ്യത ഭയങ്കര കുറവാണ്. നിങ്ങൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് പറയുന്നതിനേക്കാൾ എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ളൊരു ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിൽ ഈ രണ്ട് ടീമിനും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്താലേ ആ ടാസ്ക് കംപ്ലീറ്റ് ആവൂ എന്നുള്ള ഒരു ഫൺ ആക്ടിവിറ്റി ബേസ്ഡ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതിനൊരു കറക്റ്റ് ഡീബ്രീഫിംഗ് നൽകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഇതേ കമ്മ്യൂണിക്കേഷൻ ലെവല് അവരുടെ കോർപ്പറേറ്റ് ഓഫീസിലേക്ക് എത്തിക്കാനുള്ള സാധ്യത, അതവർ കൊണ്ടുപോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ടാണ് എക്സ്പീരിയൻഷ്യൽ ട്രെയിനിങ്ങുകൾക്ക് ഇന്ന് സാധ്യതകൾ കൂടുതലായിട്ട് വരുന്നത്.